Hi guys, I'm Hania. I'm Zinha. Welcome back to our channel Malabar Cook and Craft. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ പുൾമിയ കേക്കാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് ഉപ്പ് മതി. ഉപ്പ് കൂടുതലായി പോകരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുക്കും. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്ന അത്രത്തോളം കേക്ക് നന്നായി സോഫ്റ്റായി വരും. അപ്പം നന്നായി അരിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുട്ടയുടെ മണം പോകാനായിട്ട് അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറുങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് 2 പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയി വരുന്നവരെ നമുക്ക് നന്നായി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത് നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നമ്മൾ മുട്ടയും എല്ലാം ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നേരത്തെ അടിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ചെറുങ്ങനെ ഫോൾഡ് ചെയ്യണം. കുറേ സ്പീഡിൽ ഫോൾഡ് ചെയ്താൽ നമ്മളെ കേക്ക് പൊന്തൂല. അപ്പോൾ അതുകൊണ്ട് ചെറുങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഇടാം. ഇപ്പം നല്ല ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ ആക്കിയ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് നന്നായി ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് 30 മിനിറ്റോളം നന്നായി ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 ലെയറായി മുറിക്കാം. ഇനി നമ്മളിവിടെ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു അര കപ്പ് പാലും പിന്നെ അതിലേക്ക് മിൽക്ക് മേഡും വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് മിക്സ് ചെയ്തതാണിത്. ഇതാണ് നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റി വെക്കാം. നമ്മളെ കേക്ക് ബോർഡ് എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. നമ്മളെ കേക്ക് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാനിവിടെ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ചിട്ട് നേരത്തെ ആക്കിയ പോലെ തന്നെ മിൽക്കിൻ്റെ മിക്സ് ഇട്ടിട്ട് നമ്മളെ ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പം നമുക്ക് 3 ലെയറും സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നന്നായി തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു ട്രേയിലേക്ക് മാറ്റിന് കേട്ടോ. നമ്മൾ പൊൾമിയ കേക്കലാക്കുന്നത്. അപ്പോൾ അത് ഒലിച്ച് വരുമ്പോൾ പുറത്താണ്ടിക്കണ്ടിട്ട് നമ്മൾ ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു കേക്ക് ഷീറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുത്തു. നമുക്കതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗാനഷ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചോക്ലേറ്റും പിന്നെ അര കപ്പ് വിപ്പിംഗ് ക്രീമും ഡബിൾ ബോയിലിംഗ് ചെയ്താണ്. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ, എന്നാലും ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ കടിച്ചിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചെറീസ് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഇപ്പം തന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, കണ്ടോ, നല്ല രസമാണ്. അതുപോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിയാം. കണ്ടോ, നല്ല രസമുണ്ട്. ഇത് പൊള്ളിയെന്ന് കാണുമ്പോൾ തന്നെ ഈ ചോക്ലേറ്റൊക്കെ ഒഴിച്ച് എന്ന് കാണാൻ ഭയങ്കര രസമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ രസമായിട്ടുള്ളതും വേഗത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിതാണ്. അപ്പോൾ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമോ. കണ്ടോ, നമ്മളെ ക്രീമൊക്കെ ഒലിച്ച് വരുന്നു, അതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ഒലിച്ച് വരുന്നതാണ്. നല്ല രസമുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കാം ലെയറായി വന്നിനോന്ന്. അപ്പോൾ കണ്ടോ, നമ്മളെ കേക്ക് നല്ല ലെയറായി വന്നിട്ടുണ്ട്. എനിക്ക് കാണുമ്പം തന്നെ തിരിയും. ഇത് കാണുമ്പം തന്നെ നല്ല ടേസ്റ്റാണെന്ന് എനിക്ക് തിരിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. Don't touch your face. Keep your social distance. Wash your hands. Stay home. Help others. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye.